ഗാന്ധിയുടെ സാമ്പത്തിക ശാസ്ത്രമെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രത്യേക സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമുക്കറിയാം. പുതിയ ആധുനിക സാമ്പത്തിക ശാസ്ത്ര വിഷയങ്ങൾ, പ്രത്യേകിച്ചും ഈ പരിസ്ഥിതി സമ്പദ്ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എവിടെയും ഗാന്ധി ഒരു പരാമർശവുമല്ല. പക്ഷേ ഇത് തമ്മിലുള്ള ഒരു സന്നിവേശം സാധ്യമാകുന്ന ഘട്ടമെന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ പറയുന്ന ആധുനിക ടെർമിനോളജികളൊന്നും തന്നെ കാലാവസ്ഥാ വിഷയവുമായി ബന്ധപ്പെട്ടുവോ അല്ലെങ്കിൽ ഈ പുതിയ സമ്പദ്ശാസ്ത്ര ദർശനങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ടെർമിനോളജികളൊന്നും തന്നെ കടന്നു വരുന്നില്ലെങ്കിൽ പോലും 100 വർഷം മുന്നേ, അത് കൃത്യമായി പറഞ്ഞാൽ 1909 അദ്ദേഹം ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്ന വളരെ ചെറിയൊരു പുസ്തകം, അതിനകത്ത് എഴുതി വന്ന അല്ലെങ്കിൽ അതിനകത്ത് പരാമർശിക്കുന്ന കാര്യങ്ങൾ നമ്മളിന്ന് നമുക്കതിനെ പുതിയ തരത്തിൽ, പുതിയ രീതിയിൽ, പുതിയ ടെർമിനോളജികളിലൂടെ നമുക്ക് അതിനെ അവതരിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ ഒരു കാര്യം ഒരുപക്ഷെ നമ്മൾ ഇനിയും നമുക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ വേദിയിലിരിക്കുന്ന നേതാക്കളൊക്കെ തന്നെയും വളരെ വൈകാതെ തന്നെ സംസ്ഥാനത്തിൻ്റെയും അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ അധികാര പദവിയിലെത്തുന്ന ആളുകൾ തന്നെയാണ് എന്നെനിക്കറിയാം. തീർച്ചയായിട്ടും വികസനം സംബന്ധിച്ചിട്ടുള്ള ഒരു സാമ്പ്രദായിക ബോധ്യം സൂക്ഷിക്കുന്ന ആളുകൾ തന്നെയാണ് എന്നുള്ളതും, പല കാലങ്ങളായി അത്തരം വികസന ബോധ്യങ്ങളോട് കോൺഫ്രണ്ട് ചെയ്തിരിക്കുന്ന പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റിൽ ഉണ്ടായിട്ടുള്ള ആളുകൾ തന്നെയാണ് എന്നറിയാം. എങ്കിൽ പോലും ഇത്തരമൊരു ഗാന്ധിയൻ ദർശനത്തെ സംബന്ധിച്ചുള്ളൊരു കോൺഫറൻസിന് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തയ്യാറാകുന്നത് വളരെ യാദൃശ്ചികമായിട്ടുള്ളൊരു സംഗതിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. മറിച്ച് അത് കാലം ആവശ്യപ്പെടുന്നൊരു അനിവാര്യതയാണ് എന്ന് തിരിച്ചറിയുന്ന ഒരാളാണ്. നമുക്ക് എത്ര തന്നെ മാറ്റി നിർത്താൻ നമ്മൾ ശ്രമിച്ചാലും, നമ്മളൊരു പക്ഷേ ഒരു സാമ്പ്രദായിക വികസന മാതൃകൾ, വലിയ രീതിയിലുള്ള ഹൈസ്പീഡ് റെയിൽവേ സംവിധാനങ്ങളെക്കുറിച്ചും അണ്ടർപാസുകളെക്കുറിച്ചിട്ടും ടണൽ റോഡുകളെക്കുറിച്ചും ഹൈ മെട്രോകളെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും ഇതിനൊക്കെ പോകാകുന്ന പരിധിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ളൊരു മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിന് നമുക്ക് കടന്നു പോകുന്ന ഒരു ദൂരമുണ്ട്. ആ ദൂരത്തെ സംബന്ധിച്ച് ഒരു പക്ഷേ ഒരു 100 വർഷം മുന്നേ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് ഗാന്ധി എന്നത്. ഇപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ഇനിയും ഈ രീതിയിലുള്ള മെട്രോ സംവിധാനങ്ങളും സ്മാർട്ട് സിറ്റികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടത്. വളരെ സ്പീഡിൽ ഇന്ന് ചന്ദ്രനിലേക്ക് പോകാനും തിരിച്ചു പോകാനും ആഗ്രഹങ്ങൾക്ക് പരിധിയില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ആശയങ്ങൾക്ക് പരിധിയില്ലാതുള്ളൂ. ഇവിടെ ഈ ഭൂമി എന്ന് പറയുന്നത് വളരെ പരിമിതമായ ഒരു വിഭവങ്ങളുള്ള ഒരു സംവിധാനമാണ് എന്നുള്ളതാണ്. കെന്നത്ത് ബൗൾഡിങ് എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് വളരെ കൃത്യമായിട്ട് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് ഏതാണ്ട് ഒരു 50 വർഷം മുന്നേ പറഞ്ഞിട്ടുണ്ട്. പരിമിതമായ ഒരു ഗ്രഹത്തിൽ അപരിമിതമായ വളർച്ച, നിരന്തരമായ വളർച്ച, എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആഗ്രഹിക്കുന്നത് ആരായാലും ഒന്നുകിൽ അവർ ഭ്രാന്തന്മാരായിരിക്കും, അല്ലെങ്കിൽ അവർ സമ്പദ് ശാസ്ത്രകാരന്മാരായിരിക്കും എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ നാം എല്ലാവരും ഈ രീതിയിലുള്ളൊരു അപരിമിതമായ നിരന്തരമായ വളർച്ച ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന ഈ സാമ്പത്തിക ശാസ്ത്രന്മാരായി നമ്മളെ തന്നെ മുന്നോട്ട് വെക്കുന്നു. സാധ്യമല്ല. ഇത് സാധ്യമല്ല എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് അടുത്ത ഒരു 10-20 വർഷം സമാനമായ രീതിയിൽ, 30 വർഷം സമാനമായ രീതിയിലുള്ള ഒരു വികസനത്തെക്കുറിച്ച് നമുക്കൊരു പക്ഷേ സ്വപ്നം കാണാനും അല്ലെങ്കിൽ അതിനനുസരിച്ച് പോകാനും നമുക്ക് നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ അനുവദിച്ചേക്കാം. പക്ഷേ ഭൂമിയിൽ മനുഷ്യവംശമെന്ന് പറയുന്ന അടുത്ത 30 വർഷത്തേക്ക് മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല. നമ്മുടെ എത്രയോ ജനറേഷനുകൾക്ക് ഇവിടെ കഴിഞ്ഞേ പറ്റൂ. അപ്പോൾ ആഗോളതലത്തിൽ തന്നെയും സാമ്പത്തിക വികസനത്തെ സംബന്ധിച്ച പുനർചിന്തനങ്ങൾ കടന്നു വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി കടന്നു വരുന്ന ഗാന്ധിയെ സംബന്ധിച്ചുള്ള വിഭവ വിനിയോഗത്തെ സംബന്ധിച്ച് ഗാന്ധി പറഞ്ഞ എല്ലാവർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ ഇവിടെയുണ്ട്, പക്ഷേ മനുഷ്യരുടെ ആർത്തിയെ പുഷ്ടിപ്പെടുത്താനുള്ള വിഭവങ്ങളില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ആഗ്രഹങ്ങളും ആർത്തിയും ആവശ്യവും ഒക്കെ തമ്മിലുള്ള വകതിരിവ് ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കേണ്ട ഒരു ട്രാൻസിഷൻ പീരീഡ്, ഒരു പരിവർത്തന ഘട്ടമായി ഈ ഒരു കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, ആ ഒരു വിവേകം നമ്മുടെ പ്ലാനേഴ്സ്, നമ്മുടെ ആസൂത്രകർ, രാഷ്ട്രീയ നയരൂപീകരണ വക്താക്കൾ എത്ര നേരത്തെ തിരിച്ചറിയുന്നു എന്നുള്ളിടത്താണ് നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ഭാവി വളരെ ഭദ്രമായി നിൽക്കുക എന്നുള്ളതാണ്. ഇതിന് നമുക്കൊരു എന്താ പറയുക, ഇത്തരത്തിലുള്ളൊരു ആലോചനയ്ക്ക് ഏതെങ്കിലും ഒരു പുതിയൊരു ദാർശനികനെയോ
പുതിയൊരു മിശിഹയോ തേടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അന്തർദേശീയ തലത്തിൽ എക്കോളജിക്കൽ എക്കണോമിക്സ് പോലുള്ള പുതിയ ആശയധാരകളെ കുറിച്ചുള്ള ചിന്തകളൊക്കെ കടന്നു വരുമ്പോൾ അവിടെ അതിനകത്തേക്ക് ഏറ്റവും നായകസ്ഥാനത്തേക്ക് കടന്നു വരുന്ന ഒരാളാണ് ഗാന്ധി. അത് ഇത് തന്നെയാണ് ഈ വിഭവത്തിൻ്റെ പരിമിതികളെ സംബന്ധിച്ച് ഏറ്റവും നൂതനമായ അറിവായി അന്ന് 100 വർഷം മുന്നേ അത് പറയാൻ കഴിഞ്ഞ വ്യക്തിയെ നമുക്ക് മറ്റ് ഏത് രാജ്യത്തും അന്വേഷിക്കേണ്ടതില്ല, ഇവിടെ തന്നെയുണ്ട് എന്നുള്ളതാണ്. ഇതല്ലാതെ ലോകത്തിന് മുന്നിൽ വേറെ വഴികളില്ല എന്നുള്ള ഒരു പ്രതിസന്ധി, ഒരു എന്താ പറയുക, ഒരു അന്തരാള ഘട്ടം എന്ന് നമുക്ക് പറയാം. ഈ പറയുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്ററി ബൗണ്ടറീസ് എന്ന് പറയുന്ന പ്രപഞ്ചാതിർത്തികൾ, ഓസോൺ പാളിയിലെ വിള്ളലുകൾ എന്നൊക്കെ പറയുന്നത് ഒരു ശാസ്ത്രലേഖനങ്ങളിലെ വെറുതെ പാസിംഗ് ആയിട്ട് കടന്ന് വായിച്ചു പോകാവുന്നൊരു കാര്യങ്ങളല്ല ഇന്ന്. എക്സ്ട്രീം വെതർ ഇവൻസ് അല്ലെങ്കിൽ അതിതീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളീയരെ സംബന്ധിച്ചോളം ഒരു 10 വർഷം മുന്നെയെങ്കിലും അത് ഈ ഇന്ത്യയുടെ കിഴക്കൻ ബെൽറ്റിൽ ഞാൻ താമസിക്കുന്ന പ്രദേശമാണ്. അവിടെ സംഭവിക്കുന്ന ബംഗാൾ, ഒറീസ, ആന്ധ്ര മേഖലകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു ഈ അതിതീവ്ര ചുഴലിക്കൊടുങ്കാറ്റുകൾ എന്നൊക്കെ പറയുന്നത്. ഇന്ന് കേരളത്തെ അടക്കം എല്ലാ വർഷവും ഒന്നുകിൽ അതിതീവ്ര വരൾച്ച അല്ലെങ്കിൽ അതിതീവ്ര മഴ, ലാൻഡ് സ്ലൈഡുകൾ, ഉരുൾപൊട്ടലുകൾ എന്ന് തുടങ്ങി നിരന്തരമായ പ്രകൃതി ദുരന്തങ്ങളുടെ ഭീഷണിയിൽ ഒരു സമൂഹത്തിന് ജീവിക്കേണ്ടി വരുമ്പോൾ ഇതെന്തുകൊണ്ട് എന്നുള്ളത് കേവലമായ ഒരു ദൈവകോപമായിട്ടോ അല്ലെങ്കിൽ പ്രകൃതിയുടെ കേവല വികൃതിയായിട്ടോ കാണിക്കാവുന്ന ഒരു കാര്യമല്ലെന്നും നാം നാളിതുവരെയായി 100-200 വർഷങ്ങളായി 150 വർഷങ്ങളായി തുടർന്നു വരുന്ന വികസന ബോധ്യങ്ങൾ, അതിൻ്റെ പ്രയോഗങ്ങളുടെ ഒരു പരിണത ഫലമാണ് ഈ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അത് കേവലം പരിസ്ഥിതിവാദികളുടെ ഏതെങ്കിലും ഒരു ഉച്ചക്കിറുക്കായിട്ടല്ല, മറിച്ച് അതൊരു യാഥാർത്ഥ്യമായി ലോകം അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗോളതലത്തിലുള്ള ക്ലൈമറ്റ് സമ്മിറ്റുകളിൽ, എക്കണോമിക് സമ്മിറ്റുകളിലൊക്കെ തന്നെയും സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്നുള്ള ഒരു പുതിയ ബോധ്യത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ നിർബന്ധിതമായിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ അത് പ്രാദേശിക തല ഭരണകൂടമായാലും ദേശീയ തലത്തിലുള്ള ഭരണകൂടമായാലും നിലവിലും സമാനമായ നമുക്ക് വികസിക്കണം, നമുക്ക് എന്താ പറയുക, ഇനിയും രാജ്യത്തിന് മുന്നോട്ട് പോകേണ്ടതുണ്ട്, മുന്നോട്ട് പോക്കിനെയും വികസനത്തെയും സംബന്ധിച്ചിട്ടുള്ള പുരോഗതിയെ സംബന്ധിച്ചിട്ടുള്ള സാമ്പ്രദായിക ബോധ്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയുള്ള ഒരു യാത്രയാണ് നടത്തുന്നത്. പക്ഷെ നമുക്ക് സാധ്യമല്ല. കേരളത്തിൽ ഒരു പക്ഷേ ഏറ്റവും ആദ്യം അതിൻ്റെ രൂക്ഷതയോടുകൂടി വരാൻ പോകുന്നത് കേരളത്തിൽ തന്നെയായിരിക്കും. കാരണം പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പരിമിതി, വിഭവപരമായ പരിമിതി, ജനസംഖ്യയിലുള്ള എന്താ പറയുക സാന്ദ്രത സംബന്ധിച്ചുള്ള വലിപ്പം, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളം ഒരു പക്ഷേ ഒരു ബദൽ വികസന പരിപ്രേക്ഷ്യത്തിന് ഏറ്റവും കൂടുതൽ നിർബന്ധിതമാക്കപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ്. അത്തരമൊരു ബദൽ മാർഗത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ഈ സബർമതി ട്രസ്റ്റ് അല്ലെങ്കിൽ റിസർച്ച് സെൻറ്റർ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്കും അതിൻ്റെ സംഘാടകർക്കും സാധിക്കുമെങ്കിൽ ഗാന്ധിയുടെ ആശയത്തെ ഒരു പുതിയ കാലത്തിനനുസൃതമായി മുന്നോട്ട് വെക്കാൻ കഴിയുകയാണെങ്കിൽ കേരളത്തിന് അനുരൂപമാകുന്ന ഒരു വികസന പദ്ധതി എന്താണ്? ഇവിടുത്തെ ഏറ്റവും വികസനം എന്ന് പറയുന്ന നമ്മൾ സാമ്പ്രദായികമായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്ന സാമ്പത്തിക ഭദ്രതയടക്കമുള്ള കാര്യങ്ങളിൽ ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യർക്ക് വരെ അതിൻ്റെ നേട്ടങ്ങൾ എത്താവുന്ന തരത്തിലുള്ള അട്ടപ്പാടിയിലും ഇടുക്കിയുടെ വിദൂര ഗ്രാമങ്ങളിലും വയനാട്ടിലുമൊക്കെ തന്നെ ആളുകൾ, ആദിവാസികളായ സമൂഹങ്ങളുണ്ട്. അവർ ഇത്രയും 75 വർഷമായിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ടും അവരെങ്ങനെ ജീവിക്കുന്നു എന്ന് നമുക്ക് വലിയ വിഷയമല്ല. തിരുവനന്തപുരമോ അല്ലെങ്കിൽ എറണാകുളം, കൊച്ചി, തൃശ്ശൂർ നഗരങ്ങൾ എത്രമാത്രം വികസിച്ചു എന്നുള്ളത് മാത്രമാണ് നമ്മുടെ വികസനത്തിൻ്റെ പരിമിതി അതാണ്. അപ്പോൾ ഇതിന് ഈ പറയുന്ന ഗ്രാമങ്ങൾ തമ്മിലുള്ള നഗരങ്ങളും തമ്മിലുള്ള അന്തരങ്ങളെ നമുക്ക് വികസിക്കാൻ നിരന്തരമായി ഇത്തരം ആഭ്യന്തര കോളനികൾ ഉണ്ടായിരിക്കണം എന്നുള്ള നമ്മുടെ ശാഠ്യങ്ങളെ തിരിച്ചിടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ വികസനം സംബന്ധിച്ചുള്ള പുതിയ ബോധ്യങ്ങളെ എത്രയും നവീകരിക്കാൻ നമുക്ക് സാധിക്കുന്നു. നല്ല മാർഗനിർദ്ദേശങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഗാന്ധി തൻ്റെ ഹിന്ദ് സ്വരാജിലൂടെയൊക്കെ തന്നെ പരാമർശിക്കുകയും